ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷെഫ് ക്രിയേഷൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് നമ്മൾ ഓൾറെഡി റോസ് പ്ലാന്റ്സും മുല്ലയൊക്കെ പൊസിഷൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതെന്തൊക്കെയായെന്ന് നിങ്ങളെ ഒന്ന് അറിയിക്കാമെന്ന് കരുതി. ഞാനൊരു 4-5 ദിവസമായി ഇതൊക്കെ മാറ്റി വെച്ചിട്ടും നിങ്ങളെ ഒരു വീഡിയോ ചെയ്തിങ്ങോട്ട് കാണിച്ചിട്ടും അപ്പം അതിൻ്റെ പുതിയ അപ്ഡേഷൻ ഇതൊക്കെ വെച്ചിട്ട് അതിനെന്തെങ്കിലും മാറ്റം ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളുടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ എൻ്റെ പ്ലാന്റ്സൊക്കെ ഒന്ന് നോക്കണം. ഈ 10 മണി ചെടിയും ഇതേപോലത്തെ വെയിൽ രാവിലെ തൊട്ട് ഉച്ചവരെ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെക്കേണ്ട ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇതിലൊക്കെ മൊട്ടുണ്ട്, എങ്കിലും എല്ലാം ചെറിയ ചെറിയ മൊട്ടാണ്. അപ്പോൾ ഈ മതിലിരിക്കുന്ന ഈ ഒരു റോസ് പ്ലാന്റ് വന്നിട്ട് അന്ന് ഞാൻ കാണിച്ചില്ല. അതിന് ശേഷം ഒരു 2-3 ദിവസം ആയതേ ഉള്ളൂ ഇത് ഞാൻ വെട്ടി സെറ്റ് ചെയ്ത് ഈ മതിലിൻ്റെ അവിടെ വെച്ചിട്ട്. അപ്പം ഇവിടെ രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള വെയിൽ അവിടെയും വരുന്നുണ്ട്. ഈ രാവിലെ തൊട്ട് ഉച്ചവരെ എന്നുള്ള വെയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം വെയിൽ വരുന്ന സ്ഥലങ്ങളുണ്ടാവും. എൻ്റെ ബാൽക്കണിയിൽ ഉച്ചയ്ക്ക് ശേഷമാണ് വെയിൽ വരുന്നത്. പക്ഷേ ആ വെയിൽ പോരാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മുല്ലയിൽ ഞാൻ മാറ്റി വെച്ച് ഒരു 5-6 ദിവസമായി. പക്ഷേ വലിയ ഒരു വളർച്ച അതിന് വരാനുള്ള സമയമായില്ല. മുല്ലയ്ക്ക് കുറച്ച് ടൈം എടുക്കും. ഇപ്പം ഈ കാണുന്ന മുല്ലയിൽ ചെറിയ ചെറിയ കിളിർപ്പ് വന്നില്ല. ഒരെണ്ണത്തിന് മാത്രം ചെറിയൊരു കിളിർപ്പ് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. ചെറുതായിട്ട് വളർന്നു വരുന്നുണ്ട്. പക്ഷെ കുറച്ച് സമയം എടുക്കും. റോസ് പ്ലാന്റ്സിനെ പോലെ അല്ല, ഇവർക്ക് കുറച്ച് ടൈം വേണം. പക്ഷേ എൻ്റെ നടുക്ക് നിൽക്കുന്ന മുല്ലയിൽ പൂവൊക്കെ സെറ്റായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഒരുമിച്ചല്ല അവർ വിരിയുന്നത്. 1-2 അങ്ങനെയൊക്കെയാണ് എടുത്ത് വിരിയുന്നത്. പക്ഷെ ഒരുമിച്ച് വരുന്ന ഒരു സമയം വരും. ആ സമയത്ത് നമുക്കെല്ലാം കൂടെ എടുത്ത് കെട്ടി തലയിൽ വെക്കാൻ ഒരു കണക്കിന് കിട്ടും. പക്ഷേ റോസ് പ്ലാന്റ്സിന് ഈ ഒരു 5 ദിവസം കൊണ്ട് തന്നെ നല്ലൊരു മാറ്റമുണ്ട്. ഞാൻ ഓൾറെഡി കുറേ വളങ്ങളും കാര്യങ്ങളൊക്കെയാണ് ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ആ വളത്തിനൊന്നും ഇല്ലാത്തൊരു പ്രത്യേക ഒരു എന്തോ ഒരു മാജിക്ക് ഈ വെയിലിനുണ്ട്. ഈ കാണുന്ന ഈ റോസ മൊത്തം പോയിരുന്നതാണ്. അതിലൊരു മൊട്ട് വന്ന് സാധാരണ കുരുട് പിടിച്ചാണ് വളരണത്. ഇപ്രാവശ്യം നല്ല രീതിയിൽ അത് വിരിഞ്ഞിട്ടുണ്ട്. റെഡ് കളർ റോസാണ്. ഇപ്പോൾ എന്തോ ഒരു റെഡും വെള്ളയും കൂടെ ചേർന്നൊരു ഷെയ്ഡിൽ നിൽക്കുകയാണ്. വേറെ ഒരു മൊട്ട് അതിൻ്റെ ഇടയിൽ വന്ന് നിൽപ്പുണ്ട്. പിന്നെ നമ്മളെ വേറെ ഒരു 10 മണി ചെടി എനിക്ക് വെളിയിൽ നിന്ന് ഇങ്ങനെ കിട്ടിയത് ഞാൻ ഒടിച്ചുകൊണ്ട് വെച്ചതാണ്. അതിൽ ഏത് കളറാണ് പൂന്നൊന്നും അറിയില്ല. പക്ഷെ ഒരു മൊട്ട് അതിലും ആദ്യമായിട്ട് വന്ന് നിൽപ്പുണ്ട്. ഇനി നമ്മളെ റോസ് പ്ലാന്റ്സ് ഞാൻ കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എല്ലാത്തിലും പുതിയ ശിഖരങ്ങൾ വന്ന് നിൽപ്പുണ്ട്. ഈ ഒരു ചെടി തന്നെ 350 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ച ഒരു റോസ് പ്ലാന്റ്സ് ആണ്. നിറയെ പൂ പൂക്കുമെന്ന് പറഞ്ഞ് അവർ തന്നതാണ്. പക്ഷേ അതേപോലെ ഒരു പൂ പൂത്തിട്ടില്ല. പക്ഷേ ഇപ്പം നല്ല രീതിയിൽ അത് വളരുന്നുണ്ട്. പിന്നെ നമ്മുടെ നാടൻ റോസും നമ്മൾ മാറ്റി വെച്ചത്, അതിലും പുതിയ പുതിയ കിളിർപ്പുകൾ വന്നു തുടങ്ങി. ഈ ഒരു വൈറ്റ് കളർ റോസാണ് ഈ കാണുന്നത്. ഇതിലും ഒരുപാട് ശിഖരങ്ങൾ വന്നു. മറ്റുള്ളതിനേക്കാൾ അപേക്ഷിച്ച് ഇതിൽ ഒരുപാട് ശിഖരങ്ങൾ പെട്ടെന്ന് ഞാൻ വെച്ചൊരു 2 ദിവസം ആയപ്പോൾ തന്നെ ഇതിലെ ശിഖരങ്ങൾ വെളിയിലോട്ട് വരാൻ തുടങ്ങി. അപ്പോൾ അത്രയ്ക്കും വെളിയിലോട്ട് വരാൻ കാത്തിരുന്നു. കാരണം ഞാൻ അത്രയും നല്ല രീതിയിൽ വളം ചെയ്ത് നിർത്തിയിരുന്ന പ്ലാന്റ്സ് ആണിത്. അപ്പം രാവിലെ തൊട്ടുള്ള ആ ഒരു വെയിൽ, അതായത് ഇപ്പോൾ ഇവിടെ ഒരു 10 മണി ഇട്ട് വെയിലടിച്ച ഒരു ഉച്ചയ്ക്കുള്ള വെയിൽ വരെയും അതിൽ കൊള്ളുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ടെറസിലൊക്കെ വെക്കുമ്പം ആ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അടിക്കുന്ന വെയിലത്തൊക്കെ ചില സമയത്ത് പ്ലാന്റ്സ് ഒക്കെ അരിഞ്ഞു പോകാറുണ്ട്. അതുകൊണ്ടാണ് ഈ രാവിലെ തൊട്ട് ഉച്ചവരാന്ന് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. അതാകുമ്പോൾ ചെടികൾ കരിഞ്ഞു പോവില്ല. അപ്പം എന്തായാലും ഇതിന് നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. 2 ദിവസം കൊണ്ട് നല്ല മഴയുമാണ്. അതിൻ്റേതായ രീതി ആകാശത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇനി ആ മഴയത്ത് ഈ ചെടികളൊക്കെ ഒന്ന് വളർന്നോളും. അപ്പോൾ ഈ മഴയത്ത് ഒപ്പം ചെയ്യേണ്ട വേറൊരു ജോലിയും കൂടെ നമുക്കുണ്ട്. വെളിയിൽ നിറച്ച് കാട് പോലെ ഇങ്ങനെ വളർന്ന് നിൽക്കുവാണ്. അപ്പം അതും കൂടെ വൃത്തിയാക്കി കൊടുത്താലേ കറക്റ്റ് ആവുള്ളൂ. ഇല്ലെങ്കിൽ ഈ മഴ പെയ്യുമ്പം ഇതൊക്കെ അങ്ങ് കയറി നന്നായിട്ട് വളരുകയും ചെയ്യും. പിന്നെ നമുക്ക് ഇത് ക്ലീൻ ആക്കാൻ കുറച്ച് പാടായിരിക്കും. അപ്പം ഇങ്ങനൊരു ക്ലീനിങ് പരിപാടി കൂടെ ഇതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയപ്പോൾ ഒരു ചെടി അതിൻ്റെ സൈഡിലായിട്ട് നിൽക്കുന്ന കണ്ട്. അത് നമ്മളെ ജമന്തിയൊക്കെ അതിൻ്റെ ലീഫ് പോലെ എനിക്ക് തോന്നി. പക്ഷേ ഇത് ഏത് ചെടിയാണെന്ന് എനിക്കറിയില്ല. ആ ജമന്തിയുടെ ഇല പോലെ തോന്നിയതുകൊണ്ട് ഞാൻ അതിനെ പിഴുതെടുത്ത് സെപ്പറേറ്റ് മണ്ണൊക്കെ സെറ്റ് ചെയ്ത് നമ്മളൊരു ചെടിച്ചട്ടിയിലാക്കി കൊടുത്തിട്ടുണ്ട്. വെളിയിലിപ്പം കാടെല്ലാം പറിച്ച് കളയുമ്പോൾ ഇത് അതിൻ്റെ കൂടെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതിൻ്റെ പേര് അറിയാമെങ്കിൽ ഇത് വളർത്താൻ പറ്റുന്നതാണോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മളെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പം നല്ല ലേറ്റായി. 2 മണിക്കൂർ 2-2.5 മണിക്കൂറെങ്കിലും എടുത്തിടുക. ഇത്രയും നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് പാടായിരുന്നു.
ഇന്നത്തെ വീഡിയോയിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല, എങ്കിലും ചെറിയൊരു കാര്യമാണെങ്കിലും അത് നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.